ഞാൻ ഈ പറയുന്നതൊക്കെ ഉള്ള ഞാൻ ബേസിക്കലി ഒരു പാവമാണെന്ന് പിന്നല്ലാതെ അറിയില്ല. ഇതിപ്പോ ബോർഡും പിടിച്ച് നടക്കാൻ പറ്റുമോ ഞാൻ പാവമാണ് ഞാൻ പാവമാണ്. ജഗദീഷന് വരാൻ പറ്റിയില്ല. പുള്ളിക്ക് പകരമാണോ എന്നെ വിളിച്ചത്? എങ്ങനെ എനിക്കിപ്പോ അറിയണം. ഇവര് തമ്മിൽ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. ആർക്കൊക്കെ പേടിയുണ്ട്, ആർക്കൊക്കെ പേടിയില്ലാന്ന് തോന്നുന്നു. ബേസിലിന് പേടിയില്ലാന്ന് തോന്നുന്നു. ബേസിലിന് പേടി, അവൻ ആരെയും പേടി. ഞങ്ങൾ ക്ഷത്രിയർ എങ്ങനെയാണ്? പിന്നെ പൃഥ്വിരാജിനാണ് വൈചേട്ടന് പേടിയില്ലാത്ത. അതെന്താ? ഞാനും അവനായിട്ട് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. എവിടുത്തെ അന്തവിശ്വാസം ഇതൊക്കെ ആര് പറഞ്ഞത്? അങ്ങനെയുണ്ട്. മടിയിലിരിക്കാൻ പാടില്ലെന്നൊക്കെ പറയും. ഓ, അത് അനശ്വരിക്കറിയാം. ലൂസിഫറിന്റെ സെറ്റിൽ വെച്ചാണ് ഞാൻ ഇങ്ങനെ കാലാട്ടി ഇങ്ങനെ ഇരുന്നത്. അപ്പോൾ എന്നോട് പുള്ളി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കാലാട്ടല്ലേ. ഞാൻ പറഞ്ഞു കാല ഇങ്ങനെ ആട്ടി എന്താ കുഴപ്പം, കടം വരും. പറയാൻ പുള്ളി ഇങ്ങനെ മൊബൈൽ, ഞാൻ പുള്ളി ഇത് കാലാട്ടിക്കൊണ്ടിരിക്കുന്നത്. ആക്ടർ ബൈജു സന്തോഷ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ബൈജുവിന് ഇതിനെപ്പറ്റി അറിയേയില്ല. ഏതോ ഒരുത്തൻ ഇവൻ എന്നെ വെച്ച് കാശുണ്ടാക്കിയാണ്. ആകെ അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് 10 പേര്. എന്നെയാണ് അറിയുന്നത്, എൻ്റെ അപ്പനാണ് ഉണ്ടാക്കിയത്. വ്യസന സമയത്തും ബന്ധുമിത്രാദികൾ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ക്രൂ നമുക്കിപ്പോൾ ഉണ്ട്. വിപിനുണ്ട്. വിപിൻ ഇപ്രാവശ്യം പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ റോളിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതേ പേരിലുള്ള സംവിധായകനെ ഇറക്കിയിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു പരീക്ഷണം നടത്തുന്നത്. ആ വിപിനിലേക്ക് എങ്ങനെ എത്തിയെന്നുള്ളത് ചോദിക്കാം. പിന്നെ നമ്മുടെ ബൈചേട്ടൻ, പൊളി ബൈചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അനശ്വര കൂടെ ഉണ്ട്. ബൈചേട്ടാ, ഞാന് കമ്മീഷണർ കാണുന്ന സമയത്ത് എനിക്കൊരു ഗൂസ് ബംസ് ഉണ്ടായതാണ് തിയേറ്ററിൽ ഇരുന്നിട്ട്. അതിനുശേഷം പല സിനിമകളും നമുക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. പക്ഷേ എമ്പുരാൻ കാണുന്ന സമയത്താണ് എനിക്ക് അടുത്ത ഗൂസ് ബംസ് ഉണ്ടാകുന്നത്. മഞ്ജു വാര്യരുടെ തൊഴുതലുണ്ട്. ആ സമയത്ത് മഞ്ജു ചേട്ടൻ്റെ റിയാക്ഷൻ ഉണ്ട്. വൈചേട്ടൻ്റെ റിയാക്ഷനിലാണ് ആ സീനിനെ എൻഹാൻസ് ചെയ്യുന്നത്. ശരിക്കും ആ റിയാക്ഷൻ ഒറ്റ ടേക്കാണോ? എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് റീടേക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലേ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്യണം, അത് ചെയ്യണം. രണ്ടാമത്തെ മൂന്നാമത്തെ ടേക്കും കണ്ടാണോ? അല്ല, അതായത് ആ മുരുകൻ ആ പാർട്ടിയോടുള്ള ഒരു ആത്മാർത്ഥത ആ എക്സ്പ്രഷനിൽ കാണാൻ പറ്റുമല്ലേ? അതെങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് പറയുമ്പോൾ നമുക്ക് ഈസിയാണ്, പക്ഷെ ഇത് സ്ക്രീനിൽ വരുമ്പോൾ നമുക്കിത് എങ്ങനെ ഫീൽ ചെയ്യണോ എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ. അതും നമുക്ക് ചില സീൻസ് ഒക്കെ നമുക്കിപ്പോൾ കരയുന്നതാണെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഒക്കെ റിലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഈ ഇമോഷൻ, ഇപ്പോൾ വൈചേട്ടൻ പറഞ്ഞ ഇമോഷൻ തന്നെ വരണം. നമ്മളത് ഇങ്ങനെ അന്തം വിടുകയും വേണം. വൈചേട്ടന് അത് ആ സിറ്റുവേഷനുമായിട്ട് നമുക്ക് നമ്മൾ പൊരുത്തപ്പെടുമ്പോൾ താനെ ഉണ്ടാവുന്നതാണ്. അല്ലാതെ ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. വൈചേട്ടൻ ഈസി ആയിട്ടാണ് കേട്ടോ. വൈചേട്ടൻ ഇവർക്കെല്ലാം പേടിയാണ്. അതെന്താണ് വിപിന്റെ പേടിയില്ല എന്ന് വിപിൻ തുറന്നു പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയാം. വിപിൻ ട്രിവാൻഡ്രത്തുള്ള ആളല്ലേ? ട്രിവാൻഡ്രത്തുള്ളവർക്ക് എന്നെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അവർക്ക് പേടിയില്ല. കുറച്ച് ദൂരല്ലേ, പുള്ളി സിറ്റിയിലല്ലോ താമസിക്കുന്നത്, കുറച്ച് ദൂരമില്ല, അതുകൊണ്ടായിരിക്കും. അല്ലെ, ഇവര് തമ്മിൽ ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. ആർക്കൊക്കെ പേടിയുണ്ട്, ആർക്കൊക്കെ പേടിയില്ലാന്ന് പറഞ്ഞു. ബേസിലിന് പേടിയില്ലാന്ന് പറഞ്ഞു. ബേസിലിന് പേടി, അവൻ ആരെയും പേടിയില്ല. പിന്നെ പൃഥ്വിരാജിനാണ് വൈചേട്ടന് പേടിയില്ല. അതെന്താ? ഞാനും അവനായിട്ട് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും തങ്ക് പറയാറില്ലല്ലോ. പറയൊക്കെ ചെയ്യും കേട്ടോ. ക്യാമറയുടെ മുന്നിൽ പറയില്ലെന്നല്ലോ, ക്യാമറയുടെ പിന്നിൽ നല്ല തങ്കടിക്കുന്ന ആളാണ് പൃഥ്വിരാജ്. ബൈച്ചനോട് സംസാരിക്കാൻ തുടങ്ങിയ നമുക്ക് നല്ല രസമാണ്. അപ്പം കുറെ കാലം ബൈച്ചനൊരു നമ്മളൊരു റാപ്പ് കഴിയുമ്പോൾ ബൈച്ചനോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. പുള്ളിക്ക് എല്ലാം മനസ്സിലാവും, എല്ലാം അറിയാവുന്ന ആളാണ്. പക്ഷെ ഇവരെ പ്രശ്നം വെച്ചാൽ ഇവർ ചെന്ന് പറയുമ്പോൾ ബൈച്ചേട്ടൻ എന്ത് പറയും എന്നുള്ളൊരു വെയിറ്റ് ഉണ്ടല്ലോ, അതാണ് ഇവരുടെ പേടി. പക്ഷെ പുള്ളിയൊന്നും പറയില്ല. ഞാൻ ബേസിക്കലി ഒരു പാവമാണെന്ന്. ഇതിപ്പോ ബോർഡും പിടിച്ച് നടക്കാൻ പറ്റുമോ ഞാൻ പാവമാണ് ഞാൻ പാവാണില്ലേ? നമ്മൾ ഇന്നലെയും പറഞ്ഞു അല്ല പാവാണ്. പിന്നെ ഈശ്വരടുത്തൊന്നും ഒരിക്കലും എനിക്ക് എന്റെ ആവശ്യം വരും. അല്ല, ആ പേടി ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പൊ എല്ലാവരും കുറച്ച് പേടിയുള്ള ഒരാൾ ആ സെറ്റ് ഇരിക്കട്ടെ എന്ന് വെച്ചു. ഏറ്റവും മുതിർന്ന ആള് മല്ലി ചേച്ചിയും വഹിച്ചിരുന്നാണ്. അപ്പൊ ഒരാൾ പേടിയുള്ളതായിരിക്കും, ബാക്കി എല്ലാവരും ഒന്ന് ഒതുങ്ങി നിൽക്കുമല്ലോ എന്ന് വെച്ചു. അപ്പൊ പിന്നെ ഈ പിള്ളേരൊക്കെ പേടിപ്പിച്ചേർത്തില്ല. എല്ലാം ഇൻസ്റ്റൻസ് ആണ്, നമ്മളെ ചിരിക്കൂട്ടമാണ്. ഇപ്പൊ വാഴയിലും ഇതേപോലുള്ള ഒരു കാസ്റ്റ് സെലക്ഷൻ ശരിക്കും അതിലൊക്കെ എത്രത്തോളം ഇടപെട്ടിട്ടുണ്ട്? ഇല്ല, നമ്മളത് ഞാൻ വാഴയുള്ളവരെ വയ്ക്കേണ്ടെന്ന് പറയുമ്പോൾ വിപിനായിരിക്കും പറഞ്ഞത് ഇവരെ വെച്ചേക്കൊള്ളാം അവരെ വെച്ചേക്കൊള്ളാം. ഞാൻ ഓൾറെഡി നമ്മൾ റിപ്പീറ്റ് ആവും എന്നൊക്കെ പറയുമ്പോൾ വിപിൻ അത് ഓക്കെ ആണെന്നുള്ളതാണ് പറഞ്ഞാൽ. നമുക്ക് പെട്ടെന്ന് വിളിച്ചാൽ ഓടി വരുന്ന കുറേ ആൾക്കാരും കൂടെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അവർക്ക് നമ്മൾ ഒരു മാസത്തിൽ പടം തുടങ്ങി, ആ സമയത്ത് ഉണ്ടായിരുന്ന ഡേറ്റ്സ് വെച്ചിട്ട് നമ്മൾ വരുന്നപ്പം വീണ്ടും പഴയതുപോലെ എല്ലാവരും വന്നതാണ്. അല്ലാതെ വാഴയുടെ കാസ്റ്റ് ഇനി ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. എപ്പോഴും മാറ്റിയും തിരിച്ചും ചെയ്യാൻ നോക്കും, പക്ഷേ ഓട്ടോമാറ്റിക്കലി അത് വരുന്നതാണ്.
പക്ഷെ ഞങ്ങൾ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ വിപിന്റെ സിനിമ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് കേൾക്കുക. അപ്പൊ അത് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ സിനിമ? അത് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ, ഞാൻ ചെയ്ത സിനിമ, ഇല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകളുണ്ട്, 3-4 പടങ്ങൾ ഈ ലാസ്റ്റ് വന്ന അതേ ജോണറിൽ തന്നെയുള്ള ഒരു സിനിമയാണ്. എന്നാൽ അതേപോലെ തന്നെ കോമഡിയുള്ള നമ്മൾ ഞാനതിൽ ജയലൊക്കെ പറഞ്ഞതിൽ വാഴ പറഞ്ഞ കുറച്ച് പൊളിറ്റിക്കലായിട്ടും എന്നാൽ കുറച്ച് കോമഡിയാണ്, എന്നാൽ കുറച്ച് സറ്റയറാണ്, ഇതെല്ലാം മീറ്ററും അതിനകത്തുണ്ട്. അപ്പം പേര് പോലെ തന്നെ എല്ലാത്തിലും എൻ്റെ ഒരു സാമ്യം വിപിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ കണക്ഷൻ കുറഞ്ഞില്ല. എനിക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്കത് കിട്ടി. ഞാൻ എഴുതുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. അത് ഭയങ്കര സക്സസ് ആണെന്നല്ല പറഞ്ഞത്, അതുപോലുള്ളവർ. അപ്പം അതുപോലെ ഒരാളെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റായി. അപ്പം പിന്നെ ചെയ്യാമെന്ന് ചോദിച്ചു. അസീസ് നെടുമങ്ങാട് വഴിയാണ് ഞാൻ വിപിൻ ബ്രോയുടെ അടുത്തോട്ട് പോകുന്നത്. പുള്ളിയുടെ അടുത്ത് ഞാൻ ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഇടയ്ക്ക് വിളിച്ചേട്ടാ എന്താ ഈ പ്രൊഡ്യൂസർ പരിപാടികൾ എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കുറച്ച് ശോകമാണ് പരിപാടികൾ. അവിടെ ഞാൻ വിപിൻ ദാസിനോട് പറഞ്ഞു. പിന്നെ പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ. ഞാൻ 2024 ഒക്ടോബർ മാസത്തിൽ വിപിൻ ബ്രോയുടെ അടുത്തോട്ട് കഥ പറയാൻ പോകുന്നു. പിന്നെ പടപടെ നവംബർ 15-ാം തീയതി ഷൂട്ട് തുടങ്ങുന്നു. വളരെ പെട്ടെന്നായിരുന്നു. അല്ല, കമ്മ്യൂണിക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹാസ്യമൊക്കെ അത്യാവശ്യം ചെയ്യുന്ന ഒരു പുലിയാണ്. അവിടെ പോയിട്ടാണ് നമ്മൾ ഈ പടക്കം വെക്കേണ്ടത്. ആ സമയത്ത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്? ഞാൻ പോയിട്ട് തിരക്കഥ പറയുകയായിരുന്നു, വായിക്കുകയല്ല, ശരിക്കും ബൈഹാർട്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഫുള്ള് ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ മൊത്തത്തിൽ പറയായിരുന്നു. അപ്പം വിപിൻ ബ്രോ ആദ്യം മുതൽ ചിരിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാൾ ചിരിക്കുമ്പോൾ നമുക്ക് പറയാൻ കൂടുതൽ ആവേശം വരും. ഇങ്ങനെ ഒരാൾ ചിരിക്കുമ്പോൾ പ്രത്യേകിച്ച് തീർച്ചയായിട്ടും അപ്പം ചിരിക്കുന്നുണ്ട്, അപ്പോൾ വർക്ക് ആവുന്നുണ്ട്, അപ്പം കൂടുതൽ സന്തോഷമാണ്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞു അവസാനിപ്പിച്ചു. പിന്നെ ഒരു ഡിസ്കഷൻ, അങ്ങനെയൊക്കെ നമ്മൾ വിപിൻ ബ്രോ അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. അടിപൊളി. അനശ്വര ഇടയ്ക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പടങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഈ ക്രൂ കാണുന്ന സമയത്ത് എല്ലാം അതിന് പറ്റിയ ടീമാണ്. അനശ്വരയുടെ ഒരു വൈബിന് പറ്റിയൊരു ടീമാണ്. എങ്ങനെയുണ്ട് ഈ പടം? വേറൊരു കംഫർട്ട് സോണിൽ ഇരുന്ന് എൻ്റെ ഈ ക്രൂവും എല്ലാവരും എനിക്ക് അറിയുന്ന ആൾക്കാർ തന്നെയായിരുന്നു. ഇപ്പം വിവിജനും പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതേപോലെ ക്യാമറയിൽ അക്ഷരം നമ്മുടെ ഗുരുവായൂരുണ്ടായിരുന്നു, വൈശേട്ടൻ, അങ്ങനെ സിജു, ജോമൻ, എല്ലാവരും നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നോട് ആദ്യം എന്നെ വിളിക്കുന്നത് വിപിനേട്ടനാണ്. ഈ ഒരു കഥയുണ്ട്, രസമുണ്ട്, കൊള്ളാം, കേട്ട് നോക്കെന്ന് പറഞ്ഞ് വിളിക്കുന്നത് വിപിനേട്ടനാണ്. വിപിചേട്ടൻ വന്ന് കഥ നരേറ്റ് ചെയ്തു. അപ്പോൾ കുറേ ചിരിക്കാനുള്ള, പക്ഷെ ഒരു ഇമോഷണലി ഒരു എലിമെന്റ് ഉള്ള ഒരു നല്ലൊരു സിനിമ. എനിക്ക് ആ സിനിമയിൽ, ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു നായകനോ നായികയോ അങ്ങനെ ഒരു ക്യാരക്ടറൊന്നുമില്ല. പക്ഷെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ആ സിനിമയുടെ ഒരു ഭാഗമായ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഈ സിനിമയുടെ ഒരു പാർട്ട് എനിക്ക് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. വിപിൻ വിളിക്കുമ്പോൾ തന്നെ കമ്മിറ്റ് ചെയ്തോ? അതെ, എനിക്കത് ഓൾമോസ്റ്റ് എനിക്ക് ഓക്കെ ആയിരുന്നു. വിപിനെ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ തന്നപ്പോ രസമായിട്ടെന്ന് തോന്നി. പിന്നെ ആളും കൂടി നരേറ്റ് ചെയ്തപ്പോഴാണ് ഭയങ്കര ഒരു സ്ലാങ്ങും കൂടിയുണ്ട്, ആ ട്രാൻഡ്രം ശൈലിയിലും കൂടിയാണ് എനിക്ക് നരേറ്റ് ചെയ്ത് തന്നെ. അത് ഭയങ്കര ആ ഹ്യൂമറിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്തു. അങ്ങനെയാണ് ആൾ നരേറ്റ് ചെയ്തത്. ആള് നരേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഭയങ്കര രസമായിട്ട് അത് നരേറ്റ് ചെയ്ത് വെച്ചപ്പോ തന്നെ എനിക്കത് കൊള്ളാം, അടിപൊളി. കൈകാര്യം ചെയ്തിരിക്കുന്നത് നോക്കാം. പക്ഷെ വൈശേട്ടനായിരിക്കുമല്ലോ കസറിയിട്ടുണ്ടാവുക. വിപിൻ എന്നെ വിളിച്ചോ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ പെട്ടെന്നൊരു പരിപാടിയുണ്ട്, അപ്പോൾ അതിനകത്തൊരു ഇങ്ങനെ കരയോൻ പ്രസിഡന്റ് റോളുണ്ട്, ചേട്ടനാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ, അതാകുമ്പോൾ അഭിനയിക്കണ്ട, വെറുതെ ഒന്ന് നിന്നാൽ മതി. അങ്ങനത്തെ റോളാണ് അല്ലേ, വെറുതെ നിന്നാൽ മതി, നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ നിന്ന് വേറെ പ്രത്യേകിച്ച് അഭിനയിക്കാനൊന്നുമില്ല. ഞാൻ ഈ സിനിമയിൽ ചിരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഒരു ഷോട്ടിൽ പോലും ചിരിച്ചിട്ടില്ല. അത് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വേറൊരു പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. അല്ല, വേറൊരു മാനറിസം പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത്. സംഗതി ഈ പലപ്പോഴും നടന്മാരുടെ ഒരു ഇമേജ് നമ്മൾ സിനിമയിൽ ഒരു കഥാപാത്രങ്ങളാകുമ്പോൾ ചിലപ്പം ബാധ്യതയാവാം, കുറേയൊക്കെ സഹായിക്കും. പക്ഷേ ചില ഘട്ടങ്ങളിൽ അത് ഭയങ്കര സഹായകരമായിട്ട് വരും. നമ്മുടെ ഈ സിനിമയിൽ ബൈച്ചേട്ടന് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് നമുക്ക് ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് വലിയ സഹായമായിട്ട് വരും. ഇത് അഭിനയം ചെയ്തിട്ട് ഈ മോഡലിനെ കാണുമ്പോൾ എനിക്ക് തന്നെ ചിരി വന്നിട്ടുണ്ട് കാണുമ്പോൾ. ഈ അനശ്വരയുടെ തന്നെ പാട്ടില് അശുഭമംഗളക്കാരിക്കകത്ത് ഈ പടിയിലിരിക്കുമ്പോൾ പടിയിൽ നിന്ന് ചാടി തറയിരിക്കുന്നത് ഒരു അന്ധവിശ്വാസമാണ് ശരിക്കും. മുതിർന്നവര് ഒരു പക്ഷേ 2K കിഡ്സിന് അനശ്വരിക്കൊന്നും അറിയില്ലായിരിക്കും അന്ധവിശ്വാസം. അറിയാല്ലേ, അന്ധവിശ്വാസം ഇങ്ങനെ ഹാൻഡ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ ചാടിയിരിക്കും. അപ്പം ഈ ആദ്യമൊക്കെ ഈ സിനിമ കാണുന്നവർക്കൊന്നും ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല. അത് റിപ്പീറ്റ് ചെയ്ത് കണ്ടാലേ മനസ്സിലാവുള്ളൂ അത് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് മുതിർന്നവർ വരുമ്പോൾ അന്ധവിശ്വാസത്തെ മാനിക്കുന്നത്. പക്ഷേ യങ്സ്റ്റേഴ്സിന് അതൊരു വിശ്വാസമോ അന്ധവിശ്വാസം അല്ല എന്നൊരു സാധനം കണ്ടിട്ടില്ലേ. അത്തരം ചില എലമെന്റ്സ് ഉണ്ട്. ആ പടം ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഒരു എലമെന്റ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത്?
ഇല്ല ഇല്ല. ഇല്ല, അത് ഗിരീഷ് ഏട്ടൻ ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒരു സർട്ടിലായിട്ട് പറയുന്ന പരിപാടിയാണ്. അത് ഭയങ്കര എവിഡന്റ് ഒന്നും അല്ല. ഈ പറഞ്ഞ ഒന്ന് പോലെ- ചാടി ഇരിക്കും ആ, ഒന്ന് ചാടിയിരിക്കുക. അതായത് നമുക്കൊക്കെ റിലേറ്റബിൾ ആണത്. നമ്മുടെ അമ്മമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഇവരൊക്കെ പറഞ്ഞ പടിമേരിക്കരുത്. അപ്പം നമ്മൾ അവിടെ കാഷ്വലി ഇരിക്കുന്ന സമയത്ത് അവർ വരുന്ന സമയത്ത് നമ്മൾ മാറിപ്പോകും. അത് ഓൾമോസ്റ്റ് എല്ലാ ജനറേഷനിലുള്ളവർക്കും എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറയുമ്പോൾ തന്നെ എനിക്കും മനസ്സിലായി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ്. അവിടെ ഇരിക്കരുത്, അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത്, അങ്ങനെ കുറെ ഉണ്ട്. അതായത് ഇപ്പം വിളക്ക് എത്തിക്കുന്ന സമയത്ത് എന്നാ പിന്നെ ഇവർക്ക് ആ പടി അവിടെ കെട്ടി വെക്കായിരുന്നാ പോരെ, അവനാരും ഇരിക്കില്ലല്ലോ. ഇപ്പോഴത്തെ പടി കെട്ടി വെക്കുമ്പോൾ വേണം, അല്ലാതെ ഇരിക്കാനും പാടില്ലെന്ന് പറയാം. ഇതൊക്കെ എവിടുത്തെ അന്ധവിശ്വാസം, ഇതൊക്കെ ആര് പറഞ്ഞു ഇതൊക്കെ? അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുണ്ട്. പടിയിൽ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. ഓ, അത് അനശ്വരിക്ക് അറിയാം. അയച്ചാലും ജെൻസിയാണ്. ജെൻസി അതിന് പിന്നെ എന്താണ് കാലാട്ടരുന്ന് പറയും. ഇങ്ങനെ എഴുന്നിട്ട് ഇങ്ങനെ എഴുന്നിട്ട് ഇപ്പൊ എനിക്കിങ്ങനെ സ്വഭാവമാണ്, ഇങ്ങനെ കാലാട്ടം ഇങ്ങനെ പിടിച്ചു വയ്ക്കും. കടം വരും. ഓൾറെഡി ഇവിടെ കടത്തിരിക്കും, നമുക്ക് പിന്നെ ആട്ടി എന്താ കുഴപ്പമൊന്നേ. നമ്മുടെ ഇവിടെ അച്ഛന് ദോഷം അമ്മയ്ക്ക് ദോഷം. ആ, അത് പറയും. ലൂസിഫറിന്റെ സെറ്റിൽ വെച്ചാണ് ഞാൻ ഇങ്ങനെ കാലാട്ടി ഇങ്ങനെ ഇരുന്നത്. അപ്പൊ എന്നോട് പുള്ളി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കാലാട്ടല്ലേ. ഞാൻ പറഞ്ഞു കാലം ഇങ്ങനെ ആട്ടി എന്താ കുഴപ്പം, കടം വരും എന്ന് പറഞ്ഞു. ശരി, അത് വിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി കുറെ കടമുണ്ട്. അതാ പുള്ളി ചിരിച്ചിരിക്കുന്നത്. കുറെ പുള്ളി ഇങ്ങനെ മൊബൈൽ, ഞാൻ പുള്ളി ഇത് കാലാട്ടിക്കൊണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ച്, ഓ ശരിയാണ് കടം വരും, അത് പറയാൻ വിട്ടു. രസമുള്ള പരിപാടിയാണ്. ഇതേപോലെ ഒരു പരിപാടിയാണ് വിവാഹത്തെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങളെ ഇല്ലെങ്കിൽ കൺവെൻഷണൽ മാരേജിന്റെ കുറെ പ്രോബ്ലംസിനെ ജെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം എലമെന്റിലേക്ക് വരുമ്പോഴും അത് സട്ടിലായി അവതരിപ്പിച്ചില്ലെങ്കിൽ പ്രേക്ഷകർ എടുക്കില്ല. നമുക്കറിയാലോ പഴയ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മളൊരു നാട്യമോ ബുദ്ധിജീവി ജാടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ വളരെ സെറ്റിലായിട്ട് കാര്യം പറയാൻ പറ്റും എന്നുള്ളതാണ് വിപിന്റെ സിനിമകളിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ മേക്ക് ചെയ്തെടുക്കുന്നതല്ലേ? അതെ, നമ്മൾ കുറച്ച് എവിഡൻ്റ് ആയിട്ട് കാണിച്ചത് ഭയങ്കരമായിട്ട് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ഈ പറഞ്ഞ റീവാച്ചിനൊക്കെ കണ്ടാൽ മതി, ആദ്യത്തെ വാച്ചിൽ ഇത് മനസ്സിലാക്കണ്ട, ഇല്ലെങ്കിൽ ആദ്യം സിനിമ കണ്ടാൽ മതി, ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. അപ്പം പക്ഷേ ഈ മരണ വീട്ടിൽ കുറച്ചുകൂടി എവിഡൻ്റ് ആണ്. കാരണം അവിടെ ഫുള്ളി വിശ്വാസങ്ങളുടെ പുറത്താണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ട് കാണിക്കാനും പാടില്ല. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗം. എന്നാൽ അതിനകത്ത് വരുന്ന ആൾക്കാരുടെ സ്വഭാവത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറും. അപ്പോൾ ബൈചേട്ടൻ പറയുന്ന കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ മാറും. സ്വഭാവമാണ് ആ ക്യാരക്ടറിൻ്റെ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ക്യാരക്ടറിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ അന്ധവിശ്വാസങ്ങളുണ്ടാകുന്ന തമാശകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അല്ലാതെ നമ്മളൊരു വിശ്വാസത്തിൽ ഒരിക്കലും നമ്മൾ ഹർട്ട് ചെയ്യാനോ ഈ പറയുന്ന കരയോഗം പറഞ്ഞ പോലെ പല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അതിനകത്തുണ്ട്, അങ്ങനെയും കാണിക്കുന്നുണ്ട്. അപ്പം ഇവരുടെയൊക്കെ എന്താ പറയുക അവസ്ഥയിൽ നമ്മളത് ഒന്ന് വേറൊരു രീതിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് അവർ നേരിട്ട് എന്താ നമ്മളെ ബുദ്ധിമുട്ടിക്കാനൊന്നും കാണിക്കുന്നത്. അത് ജയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ജയിൽ അജുവിൻ്റെ കറക്റ്റ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരനെ ഒരിടത്തും മെൻഷൻ ചെയ്തില്ലെങ്കിലും അതിൽ ആ പാർട്ടി പ്രവർത്തിക്കുന്ന ആള് ആ പാർട്ടിയുടെ ആ എത്തിക്സോട്ട് യാതൊരു ബന്ധത്തിലും അയാളുടെ സ്വഭാവം ഇല്ല. അത് അയാളുടെ കുഴപ്പമാണ്. അത് അവരുടെ മാനിഫെസ്റ്റോയുടെ കുഴപ്പമില്ല, ആ പ്രവർത്തിക്കുന്ന ആളിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അതുപോലെ തന്നെ രാജേഷിൻ്റെ ആയാലും ഇപ്പം പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ ആയാലും ആ വ്യക്തികളുടെ ഉദ്ദേശിച്ചിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ന എത്തിക്സിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വേറൊരു രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് എൻ്റെ കോൺട്രാസ്റ്റും എൻ്റെ കോമഡി. അപ്പോൾ അത് ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കോമഡികൾ നമ്മൾ ഫസ്റ്റ് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ അത് മനഃപൂർവ്വം ചെയ്യുന്ന പോലെ ആവും. ആ പാർട്ടിയോ അല്ലെങ്കിൽ ആ മതത്തിനെയോ അല്ലെങ്കിൽ കളിയാക്കുന്ന പോലെ ആവും. അതിന് പകരം ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ വ്യക്തിയെ മോൾഡ് ചെയ്തിട്ടാണ് അതിനകത്ത് സാധനം വയ്ക്കുന്നത്. അപ്പം ആ വ്യക്തിയുടെ പ്രശ്നമായിട്ട് തന്നെ അത് എവിടെ ഇരിക്കും. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതും അത് ഞാൻ പറയാം, വിപിനും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, അതെങ്ങനെയും നടക്കുകയുള്ളൂ. അപ്പം ആ എഴുത്തിൻ്റെ ഒരു രസമുണ്ട്, അത് അതിൽ കാണാൻ പറ്റും. ഈ കോമഡി ഹാൻഡിൽ ചെയ്യുന്നത് ആണ് യഥാർത്ഥത്തിൽ ഇതിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ കോമഡി അല്ല നമ്മൾ ചെയ്തേക്കുന്നത്, സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററിനെ നമ്മൾ അങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. അതിനകത്ത് ചില കോമിക് എലമെന്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കാര്യം പറയാൻ ശ്രമിക്കുന്നു. അപ്പോൾ ലൈറ്ററാണ്, ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കണ്ടിരിക്കാം. നമ്മളെയാണ് വിമർശിക്കുന്നെങ്കിൽ പോലും നമ്മൾ ഇരുന്നിച്ചിരിക്കും. പക്ഷെ നമ്മൾ റീതിങ്കിങ് നടത്തുമ്പോഴാണ് അതിനകത്ത് ആ റീവാച്ച് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ ഇത്തരം ഇപ്പോൾ അനശ്വരയുടെ പടത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അത് ചിലപ്പോൾ നമ്മൾ സട്ടിലായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ലൗഡായിട്ട് അതിന് കിട്ടില്ല. സെറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്, വായിച്ചെടുക്കുന്നവർ മാത്രമേ വായിച്ചെടുക്കുള്ളൂ. അങ്ങനെ ഒരു അപകടം ഉണ്ടെങ്കിലും കുറച്ചുകൂടെ റീച്ച് ചെയ്യാൻ ഇതാണോ നല്ലത്, ഏതാണോ നല്ലത്? അല്ല, ഇതിന് ഒരു പ്രത്യേകമായ ഭംഗിയുണ്ട്. നമ്മൾ അങ്ങനെ എടുത്തത് ഇന്നാരെ നമ്മൾ ഇന്നതുപോലെ കാണിക്കുന്നു എന്ന് പറയാതെ അത് പറയുന്നതിൽ ഒരു രസമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ചുകൂടെ നമ്മൾ അടക്കി പറയുന്നൊരു സംഗതിയായിട്ട്.
ഇപ്പം വിപിൻ ബ്രോ പറഞ്ഞതുപോലെ തന്നെ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഇന്ന ആളിനെയാണ് അങ്ങനെ ഒന്നും നമ്മൾ പറയാതെ നമ്മൾ കാണിക്കുകയാണ്. ശരിക്കും പ്രേക്ഷകനത് മനസ്സിലായിക്കോളും. അവർക്ക് നമ്മളതിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുത്ത് പറയുകയും വേണ്ട. ആ പറഞ്ഞ സംഗതിയിൽ യെസ് അതിലൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ശരിക്കും എന്ന് അവർ പിന്നീട് മനസ്സിലാക്കിക്കോളും എന്നുള്ളതാണ്. അല്ലാതെ ഞങ്ങളിതാ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നു എന്നൊരു അടിച്ചേൽപ്പിക്കലിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുതി കാണിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഈ നാട്ടിൻ പ്രദേശത്തൊക്കെ ഈ വാർഡ് മെമ്പറിനൊക്കെ വലിയ വലിയ റോളാണ്. അവിടെയൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടല്ലേ ഒരു വാർഡ് മെമ്പർ ജയിക്കുന്നത്. അയാൾക്ക് അവിടെയുള്ള പേഴ്സണൽ ബന്ധങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ ഗ്രാമങ്ങളിൽ ഉറപ്പായിട്ട് വാർഡ് മെമ്പർമാരുടെ ഇടപെടലുണ്ട് മരണത്തിനും കല്യാണത്തിനും. എന്ന് പറയുന്നത് ഈ സിനിമയിൽ ഒരു വാർഡ് മെമ്പറുണ്ട്. ഈ വാർഡ് മെമ്പർമാരും കരയോഗക്കാരും തമ്മിൽ എപ്പോഴും ഒരു അടി കാണും. കാര്യം കരയോഗക്കാർ വിചാരിക്കുന്നത് ഈ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആൾ മരിച്ചിരിക്കുന്നു, ഇവിടെ ഈ രാഷ്ട്രീയക്കാരൻ എന്ത് കാര്യം, ഞാനല്ലേ ഇവിടെ വലുത്, മനസ്സിലായില്ലേ. വാർഡ് മെമ്പർ ആലോചിക്കുന്നതാണ്, ഞാൻ ജനകീയനാണ്, ഞാൻ ഇവരുടെ വോട്ട് വാങ്ങിച്ച് വാർഡ് മെമ്പറായ ആളാണ്, അപ്പോൾ എനിക്ക് കൂടെ ചില അധികാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിഫ്റ്റ് എപ്പോഴും ഉണ്ടാവുന്നുള്ളൂ. ഈ ഗ്രാമപ്രദേശങ്ങളിൽ എപ്പോഴും ഉണ്ടാവും, അത് ഇപ്പോഴും ഉണ്ടാവും. അതുപോലെ ഈ മരണ വീട്ടില് ഈ കർമ്മം ചെയ്യാൻ വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ പല സ്ഥലത്തും പല രീതിയായിരിക്കും. പക്ഷെ ഈ നാട്ടിൽ അതായിരിക്കും. പക്ഷെ ബന്ധുമിത്രാദികൾ വേറെ സ്ഥലത്ത് നിന്ന് വരും. ആ വരുന്ന സമയത്ത് ഇവരുടെ ഒരു തർക്കമുണ്ട്. പിന്നെ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ്. ഒരു തരത്തിലും അടക്കാൻ സമ്മതിക്കില്ല. മരിച്ചാലും മനസ്സമാനം ഇല്ലെന്ന് പറയില്ല. ആ ഒരു അവസ്ഥ അത് ഭയങ്കര ഒരു സീനാണ്. ശരിക്കും വിപിൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും പല സ്ഥലങ്ങളിലുള്ള ഒരു കുടുംബം ഉണ്ടാവുന്ന. ഞാൻ ഗുരുവായൂർ സിനിമ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ഒരു ഇനിഷ്യൽ എനിക്ക് ആദ്യം വന്ന തോട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ്. പുള്ളിക്കാരൻ കല്യാണം കഴിക്കുന്നത് താമസിക്കുന്ന തിരുവനന്തപുരത്താണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ ഞങ്ങളാണിത് കോർഡിനേറ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ. പക്ഷേ ചെറുക്കൻ്റെ വീട് കൊല്ലമാണ്. ഇവൻ്റെ ഈ കല്യാണ പെണ്ണിൻ്റെ അമ്മ തൃശ്ശൂരും അച്ഛൻ പാലക്കാടുമാണ്. അപ്പോൾ ഇത് മൊത്തം മിക്സാണ് നടത്തുന്നത്. ഇതൊന്നും അറിയാത്ത ഞങ്ങൾ. അപ്പം ഇത് പൂമാല ആരും മേടിച്ചോണ്ട് വരും, താലി ആരും മേടിച്ചോണ്ട്, ഇതൊക്കെ കൺഫ്യൂഷനാണ്. ഇതൊക്കെ ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ ഞങ്ങൾ അറിയുന്നത് താലി ഞങ്ങളാണ് മേടിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ അപ്പോഴും ഗുരുവായൂർ കിടന്ന് ഓടുകയാണ് താലി മേടിക്കുക. അപ്പം ഈ കൺഫ്യൂഷൻസ് മരണ വീട്ടിലും അതുപോലെ തന്നെ ഉണ്ടാവും. കാര്യം നമുക്ക് എപ്പോഴും ഈ എന്താ പറയുക, ഓരോ സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് ഓരോ രീതികളും അവരുടേതായ വ്യക്തിത്വത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ പാർട്ടിക്കാർ തമ്മിലുള്ള പ്രശ്നം ഇല്ലെങ്കിൽ കരയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ വരുന്ന ഓരോരുത്തർക്കും ഓരോ അജണ്ടകളും ഓരോ ഇതുമുണ്ട്. ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഈ വിചാരിച്ച വ്യസനമൊന്നും ഉണ്ടാവില്ല. ഏറ്റവും ആ വീട്ടിൽ താമസിക്കുന്ന ഒരു 5 പേർക്ക് ഇല്ലെങ്കിൽ 10 പേർക്ക് ഇത് കിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഒരു ആവശ്യമില്ലാതെ കൂടുന്നു. ബാക്കിയുള്ളവർക്ക് ഒരു ആഘോഷമാണ്. ആഘോഷം, ചിലർക്ക് ആഘോഷമാണ്, ചിലർക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. ഈ വീട്ടിലേക്ക് വരേണ്ട ആവശ്യം വന്നു പോയി. ഇനിയിപ്പം വന്നേ പറ്റൂ. വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കൊളീഷൻസും പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. അപ്പോൾ ഈ ചുറ്റുള്ള ബന്ധുക്കളും മിത്രങ്ങളൊക്കെ വെറുതെയാണ്. മരിച്ച ആളോട് യാതൊരു സഹതാപം പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പൊ അത് കൃത്യമായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും. ഈ വിലാസിനിയുടെ യാത്രാമുഖം എന്ന് പറഞ്ഞ നോവലുണ്ട് MK മേനോന്റെ. അതിനകത്ത് ഇതേപോലെ ഒരു മരണമാണ് സംഭവിക്കുന്നത്. പക്ഷെ ഈ മരണ വീട്ടിൽ കൈകാര്യം ചെയ്യുന്ന ഇന്റർനാഷണൽ വിഷയങ്ങളാണ്. ഇവർ സംസാരിക്കുന്നതൊക്കെ നമ്മളിത് മരണ വീടാണെന്ന് പറഞ്ഞത് കേൾക്കാൻ ആഗ്രഹിക്കും. കാരണം കുശൂശു പറഞ്ഞ് എല്ലാം രഹസ്യ സ്വഭാവത്തിൽ സംസാരിക്കാനുള്ള ഒരു ഇടവും കൂടിയാണ്. അപ്പം എനിക്ക് യാത്രാമുഖം വായിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ അത്തരമൊരു സംഗതിയൊക്കെ നമുക്ക് ഭയങ്കര ആസ്വദിക്കാനുള്ള കുറേ കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. എങ്ങനെയാണ് അതല്ല പരിപാടിയാണ്. അല്ല, അങ്ങനെ കുറേ സാധനങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവില്ലേ കഥയില്? ഇതിനകത്ത് നമ്മൾ ശരിക്കും നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ഒരു മരണത്തിന് പോയാൽ കാണുന്ന കാഴ്ചകൾ ഒക്കെ തന്നെയാണ്. ആ കാഴ്ചകൾക്കകത്തേക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാനിത് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കിതറിയാം, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു ആൻറ്റി ഞങ്ങളുടെ നാട്ടിലും ഉണ്ട്, അല്ലെങ്കിൽ ഇന്നതുപോലെ ഞങ്ങളുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റുന്ന വിധത്തിലുള്ള സംഗതികൾ തന്നെയാണ്. എന്നാൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്സ് ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുമുണ്ട്. മനഃപൂർവ്വം വെച്ചതല്ല, അത് സ്വാഭാവികമായിട്ട് അതിനകത്ത് ഉണ്ടായി വരുന്ന സംഗതി. ഫിലിം പ്രൊമോഷന്റെ കാര്യത്തിൽ ഇപ്പൊ ബൈചേട്ടന് ഒരു അവിഭാജ്യ ഘടകമാണ്. എന്ന് വെച്ചാൽ ബൈചേട്ടനുണ്ടെങ്കിൽ ആ പ്രൊമോഷൻ നല്ല രീതിയിൽ പോകുന്നുള്ളൊരു ബൈസലിനെ പോലെ ധ്യാനിനെ പോലെ അമ്മാരുടെ അത്രയും സംവിധാനമൊന്നും എനിക്കില്ല. അവരുടെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി ഭയങ്കര രസമാണ്. ബൈചേട്ടനും പ്രൊമോഷൻ സ്ട്രാറ്റജി ഒക്കെ ഉണ്ട്. എനിക്ക് ഒന്നിലും ഒരു സ്ട്രാറ്റജി ഇല്ല. അപ്പോഴെങ്ങനെ അതുപോലെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രൊമോഷൻ അങ്ങനെ പറഞ്ഞ ഒന്നുമില്ല. അപ്പോഴെന്താണോ വരുന്നത് അതുപോലെ പറയും. അപ്പൊ ഒരു തക്ക പറയാൻ കിട്ടുകയാണെങ്കിൽ പറയും, അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഘട്ടത്തിന് ശേഷം ബൈചേട്ടൻ ഇപ്പൊ നമ്മുടെ ഈ പടങ്ങളിലൊക്കെ സജീവമാണ്.
പക്ഷെ അതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു ബൈച്ചേട്ടൻ ആ കാലം നല്ല എന്തെന്നറിയാം, പ്രൊമോഷൻ പോകണ്ട, അന്ന് പ്രൊമോഷൻ ഇല്ലായിരുന്നു. ഒരാള് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി. ആ ഞങ്ങളുടെ സെറ്റിൽ വെച്ചിട്ട് ബൈച്ചേട്ടൻ ഒരു ദിവസം എടുത്ത് കാണിച്ചു, എടാ എൻ്റെ പേര് വെച്ച് ഒരുത്തൻ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നു, ഇത് എത്രയും പെട്ടെന്ന് പിടിക്കണം, അപ്പോൾ എൻ്റെ പേര് വെച്ച് കാശ് ഉണ്ടാക്കിക്കണം. അങ്ങനെ സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ കണ്ണൻ, നമ്മുടെ സ്പോട്ട് എഡിറ്റർ കണ്ണനോടാണ് ബൈച്ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഞാൻ അടുത്തുണ്ട്, ആക്ടർ ബൈജു സന്തോഷ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. ബൈച്ചേട്ടൻ ഇതിനെപ്പറ്റി അറിയേയില്ല. ഏതോ ഒരുത്തൻ ഇവൻ എന്നെ വെച്ച് കാശുണ്ടാക്കിയാണ്. ഇപ്പൊ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോൾ ആകെ അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് 10 പേര്. അതിനകത്ത് ഇതുവരെ ഒരു പരിപാടി അതിനകത്ത് ലോഡ് ചെയ്തിട്ടില്ല. ബൈച്ചേട്ടൻ സംഭവിച്ചില്ല, ഇവൻ എന്നെ വെച്ച് കാശുണ്ടാക്കുന്നു, ഇവനെ നമുക്ക് പിടിക്കണം. ആരാണ് ഇവൻ? കണ്ണൻ. എന്നാ കണ്ണനാകെ ടെൻഷൻ. സ്പോട്ട് എഡിറ്റർ ഉണ്ടല്ലോ, ബൈച്ചേട്ടാ ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ അടുത്ത് ബൈച്ചേട്ടൻ ഒന്ന് പറയുകയും ചെയ്തു. പിന്നെയാണ് അറിയുന്നത് എന്റെ അഡ്മിനാണ് ഉണ്ടാക്കിയത്. അത് ഞങ്ങൾ എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ അതെന്നെ ഉണ്ടാക്കിയതാണ്. അന്ന് ഞങ്ങളൊക്കെ വലഞ്ഞു പോയി, ഇതിപ്പോ ആരെന്ന് കണ്ടുപിടിക്കണം, ഡിലീറ്റ് ചെയ്യിക്കണം. അപ്പൊ പിന്നീട് ഞാൻ വെച്ച് പറയാണ്, ഇതെല്ലാ കാര്യങ്ങളും വിളിച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ബൈച്ചേട്ടാ ശരിക്കും ബൈച്ചേട്ടൻ പണ്ടത്തെ സിനിമകളിലൊക്കെ ഒരു ടെറർ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിലും തഗ് ഇതേപോലെ തന്നെയാണ്. ബൈച്ചേട്ടൻ കടുത്ത ശബ്ദത്തിൽ, ബൈച്ചേട്ടന്റെ ശബ്ദത്തിൽ തന്നെയാണ് ഡബ് ചെയ്തേക്കുന്നത്. അതിലൊക്കെ ആ ക്യാരക്ടേഴ്സിന് ഭയങ്കര ബോൾഡ്നെസ് ഉണ്ടാവും. ചിലപ്പോൾ ചായക്കടക്കാരൻ പയ്യനായിരിക്കും, പക്ഷെ ആ ഡയലോഗ് എന്ന് പറയുന്നത് ടെറർ ഡയലോഗ് ആയിരിക്കും, പ്രായത്തിന് കവിഞ്ഞ ഡയലോഗ്സ് ആണ്. പക്ഷെ ആ ഒരു ആസ്പെക്റ്റിൽ തന്നെ ബൈച്ചേട്ടൻ പിൽക്കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ടു. അതൊരു ഇതാണ്, ആ ക്യാരക്ടറായിട്ട് എന്നെ ഇങ്ങനെ വളർന്നു വന്നു. ബൈച്ചേട്ടൻ ഇപ്പോഴും അതേപോലെ തന്നെ. അന്ന് നിങ്ങൾ കണ്ട ക്യാരക്ടേഴ്സ് പറയുന്ന അതേ തഗ്, അതേ ഒരു സാധനം. ഇന്ന് അത് കുറച്ചുകൂടെ ഇന്നസെൻസ് എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കും. ആ ക്യാരക്ടേഴ്സ്, അന്നത്തെ ബൈച്ചേട്ടന്റെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ക്യാരക്ടേഴ്സ് ബൈച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? അത് കുറച്ച് സ്വാധീനിച്ചിട്ടുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചെറുതിലേ തൊട്ട് അഭിനയിക്കുന്ന റോളുകൾ എന്ന് പറയുന്നത് കുറച്ച് പ്രായത്തിൽ കൂടുതൽ മൂപ്പുള്ള ഡയലോഗാണ്, കാഴ്ചയിലല്ല, സംസാരത്തിൽ പ്രായത്തിൽ കൂടുതൽ മൂപ്പുള്ള ഒരു തന്നെ സംസാരമാണ്. അപ്പോൾ അതിങ്ങനെ കുറേ നമ്മൾ ചെയ്ത് വരുമ്പോൾ അറിയാതെ നമ്മളിലേക്ക് ഈ സ്വഭാവം നമ്മളിലേക്ക് കുറച്ച് ആവാഹിക്കും എന്ന് പറഞ്ഞാൽ അതൊരു സത്യമാണ് കേട്ടോ. അത് കുറച്ച് എൻ്റെ ക്യാരക്ടറിനെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നാട്ടുകാരും അങ്ങനെ തന്നെ കാണും. കാരണം ഇപ്പൊ ലാലേട്ടന്റെ ക്യാരക്ടേഴ്സ്, ലാലേട്ടൻ എത്രയൊക്കെ മാറ്റി വെച്ചാലും നമ്മൾ അതും കൂടെ ചേർത്തിട്ടാണ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കുന്നത്. അടുത്തറിയുന്നവർ വേറൊരു അർത്ഥത്തിലായിരിക്കും മനസ്സിലാക്കുന്നത്. പക്ഷെ ദൂരെ നിന്ന് സിനിമ മാത്രം കാണുന്നവരൊക്കെ കാരണം ലാലേട്ടൻ ഒന്ന് മുണ്ടിൽ പിടിച്ചാൽ തന്നെ നമുക്കറിയാം കുറേ പ്രാവശ്യം മുണ്ടിൽ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ എന്തായാലും അടി പൊട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ അതെ ബൈച്ചേട്ടന്റെ ഒരു ഇപ്പോഴും ബൈച്ചേട്ടന്റെ ശബ്ദമൊക്കെ നമ്മൾ അതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. അല്ല, ചില സിനിമകളിൽ എൻ്റെ ഫ്രണ്ട്സ് പടം കാണാൻ പോകുമ്പോൾ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് എന്നെ ഏതെങ്കിലും സിനിമയിൽ എൻ്റെ ക്യാരക്ടർ എൻട്രി ചെയ്യുമ്പം ചില ആൾക്കാർ പറയും ഇന്ന് വല്ലതൊക്കെ നടക്കും എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് ഈ ലൂസിഫർ കാണുമ്പോഴും ഉണ്ടായി. ബൈച്ചേട്ടൻ കാണുമ്പോൾ ഒരു ബഹളം ആളുകൾ കൊണ്ട് ഒരു ഉണർന്നിരിക്കുവാണ്, എന്തോ സംഭവിക്കാൻ ഡയലോഗിലുണ്ടാവും. മനസ്സിലാ ഈ ക്യാരക്ടേഴ്സ് അറിവാനും കിട്ടുമ്പോൾ രസമാണ്, റിഫ്രഷ്ഡ് ആവും. പക്ഷെ നമ്മളൊരു ചില ഗ്രാഫൊക്കെ നമ്മൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകുമ്പോൾ ഈ കോമഡിയും ഇതെല്ലാം നമ്മൾ ചെയ്തു പോകുന്നത്. പക്ഷെ ചില സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ ചിലപ്പോൾ മറ്റതിലായിരിക്കും നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക നിൽക്കാനും, ഡയലോഗ്സ് ഡെലിവറിയൊക്കെ നമ്മൾ ചിലപ്പോൾ ഡയലോഗ് പോലും ഇല്ലാതെയൊക്കെ ആയിരിക്കും അതിനകത്ത് നിൽക്കുന്നത്. കോമിക്കായിരിക്കും, അപ്പോൾ ആക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഏതായിരിക്കും മനസ്സിനൊരു ഭയങ്കര ഒരു വർക്ക് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് ഇന്നെന്തൊക്കെ ഞാൻ ചെയ്തു എന്നൊരു ഫീൽ തോന്നുന്നത് ഏത് കൈൻഡ് ഓഫ് പടത്തിനായിരിക്കും? മറ്റുള്ളവർ അഭിനയിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്നതാണ് ഏറ്റവും പാട്. അത് ഭയങ്കര പാടാണ്. വേറെ ആൾക്കാരുടെ ഡയലോഗ് പറയുന്ന സമയത്ത് നമ്മള് ഗുരുവായൂർ അമ്പലയുടെ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അത് ട്രോളായും ചെയ്തു പിന്നീട് ഒരു ഡയലോഗും ഇല്ലാണ്ട്. അല്ല, ഗുരുവായൂർ ടൈമില് ബൈച്ചേട്ടൻ വരെ കുറച്ച് ദിവസം പോസ്റ്റ് ആയിരുന്നു. ബൈച്ചേട്ടൻ ഞാൻ കാല് വെച്ചേട്ടാ, പ്രശ്നം ഉണ്ടാക്കരുത് ആദ്യമേ പറഞ്ഞു. ഇതിൽ 10 ദിവസം പോസ്റ്റ് ആയിരിക്കും, ഇടയ്ക്ക് ഒരു ഷോട്ട് വന്നാലായി ഇത്രയും സെറ്റപ്പ് അല്ലേ. ഞാൻ എല്ലാവരും പേഴ്സണലി വിളിച്ചു പോയി റിക്വസ്റ്റ് ചെയ്തു. നിങ്ങൾ 20 ദിവസം ഡേറ്റ് മേടിച്ചാൽ ആ 20 ദിവസം അവിടെ വന്ന് ഇരിക്കുക എന്നുള്ളതാണ് എന്റെ കടമ. അപ്പൊ ബൈച്ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരും, അവൻ പറഞ്ഞു പോയല്ലോ ഇങ്ങോട്ട് പോകും. അങ്ങനെ എല്ലാത്തിലും നമുക്കൊരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. മേ ബി നമുക്ക് പരിചയമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എനിക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇപ്പൊ പുറത്ത് എനിക്കിപ്പോ ഒരു അറിയാത്ത ലാംഗ്വേജിൽ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട്
ആ ഒരു ലാംഗ്വേജ് ഞാനിപ്പോൾ ഒരു പ്രോംപ്റ്റോ ഒന്നുമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വലിയ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും. അത് സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, ഒരു ഒരു കോൺഫിഡൻസ്, കോൺഫിഡൻസ് ഭയങ്കര അതെ കോൺഫിഡൻസ് അതെ. ആണ്. പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇമോഷണൽ സീൻസ് ഇപ്പൊ നേരിൽ തന്നെ ഞങ്ങൾ ഭയങ്കര ടെൻഷനോടുകൂടിയാണ് ഈ കുട്ടിക്കൊന്നും സംഭവിക്കില്ലേ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രണയവിലാസത്തിൽ ആക്സിഡന്റലി അത് സംഭവിക്കുന്ന സമയത്ത് നമ്മളെല്ലാം പെട്ടുപോകും. ഇത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ റെസ്പോൺസ് ചിലപ്പോൾ അനശ്വര അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അയ്യോ പാവം കൊച്ചു, പിന്നെ അനശ്വരയെ കാണുമ്പോൾ അമ്മച്ചിമാരൊക്കെ ചിലപ്പോൾ അയ്യോ ആ പാവം കൊച്ചെന്നുള്ള രീതിയിലുള്ള ഒരു സ്നേഹമായിരിക്കും കാണിക്കുന്നത്. അത് എപ്പോഴെങ്കിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യാറുണ്ടോ? അത്രയും ക്യാരക്ടേഴ്സിനെ കുറിച്ച് അവർ പറയാറുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങള് നേര് കഴിഞ്ഞ സമയത്ത്, സുജാത കഴിഞ്ഞ സമയത്ത്, രേഖാചിത്രത്തിന്റെ സമയത്ത് ഇതൊക്കെ ഒരു ഇമോഷണൽ സീനോ അമ്മമാരുടെ ഇടയിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ തിയേറ്റർ വിസിറ്റിന് പോകുമ്പോഴേ അവരുടെയൊക്കെ റിയാക്ഷൻ ഭയങ്കര ഭയങ്കര എന്താ പറയാ, അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ട്. അവര് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന രീതി, അവര് കണ്ടു പറഞ്ഞിരിക്കുന്ന കാണുമ്പോൾ കുറെ അമ്മമാര് അല്ലെങ്കിൽ പ്രായമായവരൊക്കെ ഭയങ്കര അത് കണക്ട് ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞ, എസ്പെഷ്യലി ആഫ്റ്റർ നീർ അതിന് ശേഷം വന്നിട്ട് കുറെ പേര് സംസാരിക്കുന്നതാണ് ഭയങ്കര ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്യുമ്പോഴും ഈ നേരും രേഖാചിത്രവും ഒക്കെ വേറൊരു തരത്തിലുള്ള അപ്ലിഫ്റ്റിംഗ് തരുന്നുണ്ട്. എന്ന് വെച്ചാൽ കാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ മമ്മൂക്ക ഒരു സൈഡിൽ, ലാലേട്ടൻ ഒരു സൈഡിൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സ്റ്റാർഡം നമുക്കൂടെ കിട്ടിപ്പോകുന്ന ഒരു സ്പേസ് ആണ്. സ്റ്റാർഡം കിട്ടുന്ന പരിപാടിക്ക് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രൗഡ് വരും, കുറെ കൂടെ ഒരു ലാർജ് സ്കെയിലിൽ അറിയപ്പെടുകയൊക്കെ ചെയ്യും. യങ്സ്റ്റേഴ്സിനിടയിൽ മാത്രമല്ല ആ പടങ്ങളൊക്കെ വാച്ച് ചെയ്യപ്പെടുന്നത്, മറ്റതൊക്കെ ചിലപ്പം ആ കാറ്റഗറിയിൽ മാത്രമായിരിക്കും കൂടുതൽ ആൾക്കാർ കാണുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു വില കൂടുതൽ വരില്ലേ, കുറച്ചുകൂടെ നമ്മളൊരു ഒരു ഒരു ആർട്ടിസ്റ്റ് ആയി എന്നൊക്കെ തോന്നുന്നില്ല, ഒരു ആത്മവിശ്വാസം? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു വിശ്വാസം ഇല്ലായിരിക്കുന്നതല്ല. ആ വിശ്വാസം കൊണ്ട് നമുക്ക് അറിയാതെ ഒരു ജാട വരും. ശരിയാണ്. ഒരു അല്ലേ? ഒരു പിടുത്തം വരും ഇവിടെ നമുക്ക് അത് നമ്മൾ ഇന്ററാക്ഷൻസിലായാലും നമ്മൾ പിന്നെ പെരുമാറുന്നതിലായാലും മേ ബി വന്നേക്കാം. അതില്ലാതിരിക്കുന്നതായിരിക്കും മേ ബി നല്ലത്. നമ്മുടെ ഇത് ചെയ്യുക, നമ്മളെ രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുക, പെർഫോമൻസ് ചെയ്യുക, നമ്മളേതായ രീതിയിൽ അത് ബിൽഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിനുശേഷം ഒരു സ്റ്റാർഡം കയറി പിടിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് തോന്നിയിരിക്കുന്നത്. എനിക്കറിയില്ല. ജനിച്ചപ്പോഴേ ഞാൻ സ്റ്റാർ ഉള്ള ആളാണ്. ഇനി പ്രത്യേകിച്ച് പിടിക്കേണ്ട കാര്യം അല്ല. ശരിക്കും ചെറുതിലെ സിനിമയിൽ ഒന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജാട ഇല്ലാത്തത്. അങ്ങനെയുണ്ടോ? ജാടയിലൊന്നും ഒരു കാര്യമില്ലെന്നേ. ജാട ഒന്നുമില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്നേ. ഇപ്പോഴും റോള് കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. മരിക്കാൻ പറ്റുമോ? കിട്ടിയില്ലേ കിട്ടിയില്ല, അത്ര തന്നെ. പക്ഷെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ട് എന്താണ് കൊച്ചിയിലൊന്നും താമസിക്കാത്തത്? ഇവിടെ അല്ലേ സിനിമയുടെ ഏറ്റവും ഈറ്റില്ലെന്ന് പറയുന്നത് കൊച്ചിയാണ്. ഞാൻ എടാ നിനക്കൊന്നും അറിഞ്ഞൂടാത്തോണ്ടാ. അത് നിനക്ക് കിട്ടേണ്ടത് നീ ഏത് തട്ടിൻപുറത്തിരുന്നാലും നിനക്ക് കിട്ടും. അതിന് കൊച്ചി ഒന്നും താമസിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ കൊച്ചി പണ്ടുള്ള ആൾക്കാർ മദ്രാസിൽ പോയി താമസിക്കുമായിരുന്നു ചാൻസ് കിട്ടാൻ വേണ്ടി. മനസ്സിലായില്ലേ? അല്ല അത് സിനിമ മുഴുവനും അന്ന് മദ്രാസിലുണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു 10-35 വർഷം മുമ്പൊക്കെ. കമ്മ്യൂണിക്കേഷൻ പക്ഷെ അവിടെ പോകാതെ രക്ഷയില്ല, അവിടെ പോകാൻ രക്ഷയില്ല. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് കിട്ടാനുള്ള നമുക്ക് കിട്ടുമെന്ന്, അതെവിടെ ഇരുന്നാലും കിട്ടും. അല്ല, മനുഷ്യർക്കൊക്കെ തേടി വരും. ഇത്രയും പോപ്പുലർ ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്ക് തേടി വരും. പക്ഷെ യങ്സ്റ്റേഴ്സിന് അത് ചിലപ്പോൾ പെട്ടെന്നൊരു റോളൊക്കെ കിട്ടാൻ ഇവിടെ നിൽക്കുമ്പോഴേക്കും കിട്ടിയില്ല. തുടക്കക്കാരൻ ചിലപ്പോൾ ഗുണം ചെയ്യും ഇവിടെ വന്നിരുന്ന. വെറുതെ ഒന്ന് റൂം അടച്ച് ഇരുന്നിട്ട് കാര്യമില്ല, ആദ്യം ആൾക്കാരൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ കാസ്റ്റ് ആൻഡ് ക്രൂ, പിന്നെ അങ്കിത് മേനോൻ, ഒരു എലമെന്റ്സ് പറയും. ഡയറക്ടർ വിപിൻ, അതല്ല പിന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് DOP നമ്മുടെ അപ്പു, റഹീം അബൂബക്കർ. നമ്മൾ അപ്പു എന്ന് വിളിക്കുന്നത്, പെട്ടെന്ന് പേരില്ല. റഹീം അബൂബക്കർ. അപ്പോൾ അവൻ എൻ്റെ കൂടെ ഒരു 4-5 പടമായിട്ടുള്ള ആളാണ്. ഈ പറഞ്ഞ നമ്മുടെ സീരീസ് ഓഫ് പടങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്ന ക്യാമറമാനിൽ ഒരാൾ, എല്ലാ പടത്തിലും ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. ഇപ്രാവശ്യം അത് അപ്പുവാണ്. പിന്നെ മ്യൂസിക് അങ്കിത്തും ഈ പറഞ്ഞ ഒരു 5-6 പടമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം പിന്നെ എഡിറ്റർ ജോൺകുട്ടി. ഞാൻ എഡിറ്ററിൽ മാത്രമാണ് ഞാൻ ഉറപ്പ് പറഞ്ഞത് എനിക്ക് ഇയാൾ തന്നെ വേണം. കാര്യം ഇപ്പം ഞാനോ വിപിനോ കാണാത്ത കാര്യങ്ങളും ബുദ്ധിമുട്ടും കൺഫ്യൂഷനൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇപ്പോഴും ജോൺകുട്ടിയാണ്. അപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നത്, ചിലപ്പം ഈ പൈസട്ടാരും പറഞ്ഞാൽ കേൾക്കുന്നത് ജോൺകുട്ടി പറഞ്ഞാലേ കേൾക്കുള്ളൂ. എന്നോട് വഴക്കുണ്ടാക്കുന്നതല്ല, എന്നെ അടിയുണ്ടാക്കുന്നതൊക്കെ ഒരൊറ്റൊരാൾ ജോൺകുട്ടിയായിരിക്കും. അതിൽ പറഞ്ഞ് നമ്മൾ കേൾക്കും, അക്സെപ്റ്റ് ചെയ്യും. അവസാനം ജോൺകുട്ടിയാണ് ലാസ്റ്റ് വേർഡ്. എൻ്റെ ലാസ്റ്റ് വേർഡ് ജോൺകുട്ടിയാണ് സിനിമയെ സംബന്ധിച്ച്. പുള്ളി കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കൊള്ളില്ല തന്നെ, പിന്നെ അത് വേറെ ചോദ്യമൊന്നുമില്ല. അപ്പം അതുപോലെ ഐക്കോൺ സിനിമാസ് അമൽ, പുള്ളിയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവർ ജയ മുതൽ ഞങ്ങളിവിടെ ഉള്ള എല്ലാ പടങ്ങളും പുള്ളിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ നമ്മൾ ഇതുവരെ വന്ന ആൾക്കാർ തന്നെ. പിന്നെ ഇതിൻ്റെ കൂടെ ഷൈൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ തെലുങ്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്ഷൻ ഹൗസ് ജോയിൻ ചെയ്യുന്നു, സാഹു കാരപ്പാട്ടി എന്ന് പറയുന്നത്.
ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും പുള്ളിയുടെ ഫസ്റ്റ് മലയാളം പടമാണ് അവരുടെ. ഇതാണ് മേജർ ക്രൂ. ബാക്കി വർക്ക് ചെയ്ത 90% ആൾക്കാർ ഞങ്ങളുടെ ക്രൂവിലുണ്ടാകുന്ന വൈഫ് അശ്വതി ജയകുമാറാണ് കോസ്റ്റ്യൂം. ആർട്ട് ചെയ്യുന്നത് ബാബു പിള്ളை ജയജയുടെ ആർട്ട് ചെയ്ത ആളാണ്. സൗണ്ട് ഡിസൈനിങ് അരുണസ് മണി, പുള്ളീൻ്റെ എല്ലാ പടത്തും സൗണ്ട് ഡിസൈൻ ചെയ്ത അരുൺ തന്നെയാണ്. മിക്സിങ് വിഷ്ണു സുജാൻ, വാഴയൊക്കെ ചെയ്ത് വിഷ്ണുവാണ്. അപ്പം ഈവൻ ഞാൻ പറഞ്ഞില്ല, പടം ചെയ്യണം തീരുമാനിച്ചാൽ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് കിട്ടിയ ബാക്കിയെല്ലാം നമ്മളിൽ വിളിച്ചു പറഞ്ഞാൽ ഓടി വരുന്ന ആൾക്കാരാണ്. അതിനകത്ത് വേറെ കൺഫ്യൂഷനൊന്നുമില്ല. ഇവരെ ആര് ചെയ്യണമെന്ന് മാത്രമേ കൺഫ്യൂഷനുള്ളൂ. ഇപ്പോൾ ഈ ക്യാമറ ആര് ചെയ്യണം, എടുത്ത് കണ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോട്ട് ആയിട്ട് പണ്ടാണ് വാഴ ചെയ്ത്, ഇപ്പം അടുത്ത വാഴ 2 ചെയ്യുന്നത്. അപ്പം കണ്ണൻ ചെയ്യണോ ജോൺകുട്ടി എന്ന് ചെയ്യണോ എന്നൊക്കെ ഇങ്ങനത്തെ ചെറിയ ഇപ്പം ഒരു സീനിയർ എഡിറ്റർ തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജോൺകുട്ടി വെച്ചു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ ഡിസിഷൻ അല്ല, ബാക്കിയൊക്കെ വളരെ ഈസിയാണ്. ഇപ്പം ഇവരുടെ അവൈലബിൾ ഡേറ്റ്സ്, ഇപ്പം ബൈച്ചേട്ടൻ അന്ന് വേറെ ഏതോ ഒരു പടം ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഒരു കൺഫ്യൂഷൻ. പക്ഷേ ബൈച്ചേട്ടൻ വന്നു, ജഗദീഷന് വരാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ കുറേ പേരൊക്കെ നമ്മൾ വിളിക്കും. അപ്പം അല്ല ജഗദീഷൻ്റെ വേറെ റോളായിരുന്നു. ജഗദീഷൻ്റെ റോളാണ് മറ്റേ വാർഡ് മെമ്പർ. അപ്പം അത് പിന്നെ കുറച്ച് യങ്ങാക്കി ജാസ്മിനിട്ട് പോയി. അന്നത് റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹി എന്നൊക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ കുറേ മാറ്റങ്ങളല്ലാതെ ബാക്കി സിനിമയിൽ നമ്മുടെ കൂടെയുള്ള ഒരു ഫാമിലി പോലെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ തന്നെയാണ്. ഈവൻ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് നമ്മുടെ ഹാരിസ് ദേശം, പുള്ളി കുറച്ച് കാലമായി നമ്മളുടെ. അപ്പം ഫുൾ ടീം നമ്മുടെ സെയിം ടീം തന്നെയാണ്. അപ്പം ആ സെയിം ജോണർ തന്നെയാണ് പടവും. എനിക്ക് പറഞ്ഞ എത്രേ ഉള്ളൂ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആ വണ്ടിയിൽ നമുക്ക് മനസ്സമാനത്തിന് കിടന്ന് ഉറങ്ങാം. മറ്റേ എപ്പോഴും ടെൻഷനായിരിക്കും. അതെ, എനിക്ക് ആ ടെൻഷൻ ഇല്ല. കാര്യം ഞാൻ ഇതുവരെ ചെയ്ത സിനിമ ഡയറക്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇപ്പം ഇതിനകത്ത്. എനിക്ക് ഞാൻ ഒന്നിനെ കുറിച്ചും അറിയുന്നില്ല. ഒന്നും ആരും അവരവരുടെ ജോലി അവർ ചെയ്യും. എല്ലാവരെയും അല്ല, വിപിൻ അങ്ങനെ ഗൈഡ് ചെയ്യണ്ടായിരുന്നു. വിപിൻ ഭയങ്കര ക്ലാരിറ്റിയാണ് സ്ക്രിപ്റ്റിനെ കുറിച്ച്. അല്ല, സ്ക്രിപ്റ്റിനെ കുറിച്ച് ഭയങ്കര വിപിൻ നൈറ്റ് ചെയ്യാൻ ഒരു ഓൾമോസ്റ്റ് 3 മണിക്കൂർ എടുക്കും. രണ്ടാമതൊന്നും കൂടെ കേട്ട് കറക്ഷൻ പറയണം എന്ന് വെച്ചാൽ നമുക്ക് നടക്കില്ല. കാര്യം വീണ്ടും ഒരു 3 മണിക്കൂർ നമ്മൾ ഇവിടെ ഇരിക്കണം കഥ കേൾക്കാൻ തന്നെ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരാൾ നടന്നു വരുന്ന ഒരു പുള്ളി പറയും. അപ്പം അത് രസമാണ് കേൾക്കാൻ, പക്ഷെ അത്രയും പുള്ളിക്ക് അത് അറിയാമെന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് കയറി നമ്മൾ ഇനി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ കാര്യമില്ല. അല്ല, അത് നല്ലതാണ്. ആ പറയുന്ന കണ്ടന്റ് ഡീറ്റെയിൽ ആണ്. ആ ഡീറ്റെയിൽ ഉൾപ്പെടെ ഇപ്പൊ അയാളുടെ കയ്യിലൊരു പോക്കറ്റ് സാധനം ഉണ്ട്, ആ സാധനത്തിന് ഇതാണ് സാധനം, അത് നമുക്ക് പൊളിറ്റിക്കലി ഇത് ആവശ്യമാണ്, ഇല്ലെങ്കിൽ കറണ്ട് സിനാരിയോ ഇത് ആവശ്യമാണെന്ന് പറയുന്നൊരു ഡീറ്റെയിൽ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വിപിൻ എഴുതി. പിന്നെ അതിനകത്ത് നമുക്ക് ഇനി കൂടുതൽ പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ആൾക്കാരെ കൊടുക്കുക എന്നുള്ളതാണ്. കൂടെ നിൽക്കാൻ പറ്റുന്ന, വിപിൻ പറഞ്ഞാൽ കേൾക്കുന്ന കുറേ ആൾക്കാർ. അത് എപ്പോഴും ഞാൻ ഡയറക്ടർ പറഞ്ഞാൽ കേൾക്കുന്ന ക്രൂ തന്നെ ആയിരിക്കണം എപ്പോഴും സിനിമയ്ക്ക് വേണ്ടത്. അപ്പം ഈ പറഞ്ഞ ആരും ഡയറക്ടറിന് അപ്പുറത്തേക്ക് ഒരു വോയിസ് പോകുന്നവരല്ല. അപ്പോൾ എല്ലാവരും വിപിൻ്റെ കൂടെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. 2 ഒരു 30% ഷൂട്ടായിട്ടുണ്ട്. ബാക്കി മഴ കാരണം ഇപ്പം ലണ്ടനിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടോ? ഇവിടുന്ന് വാഴ കൃഷി ചെയ്യാൻ വേണ്ടി അവിടെ പോവാണ് ലണ്ടനിൽ. പോയത് ഞാൻ പോകണ്ടെന്ന് വെച്ചിട്ട് ഇനി പോയാൽ പറ്റും. ബൈച്ചേട്ടൻ പറഞ്ഞു ബൈച്ചേട്ടൻ പറഞ്ഞ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. ബൈച്ചേട്ടാ, ഇതിപ്പം അവസാനം ക്രെഡിബിൾ ആയിട്ട് ചോദിക്കുക, ഈ പടം നമ്മൾ കാണണം, അത് നമുക്കൊരു ധാരണയുണ്ട്, എത്രത്തോളം സന്തോഷിപ്പിക്കും? ബൈച്ചേട്ടൻ പെർസെന്റേജ് പറഞ്ഞാൽ കറക്റ്റ് ആയി. ഞാൻ സാധാരണ ഒരു പ്രൊമോഷന് പോകുന്നതിന് മുമ്പ് സിനിമ ഒന്ന് കാണും, പറ്റിയാൽ. ഇത്തവണ ഇത് കാണാൻ പറ്റിയില്ല. ഡബ് ചെയ്തപ്പോൾ കണ്ടതേ ഉള്ളൂ. ഇതൊരു കൊച്ചു സിനിമയാണ്. അങ്ങനെ വലിയ ബ്രഹ്മാണ്ഡമായ ആൾക്കാരൊന്നും ഇതിനകത്തില്ല. ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് ചോടണം നിർബന്ധവും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇതൊരു ചെറിയ സിനിമയാണ്. ഭയങ്കര എൻ്റർടൈൻമെൻറ്റുള്ളൊരു പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിജയവും അതിൻ്റെ പരാജയവും ഒന്നും പറയാൻ ഞാൻ ആളല്ല. അത് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് ഒരുപാട് സീനുകൾ കണ്ടിട്ട് ചിരി വന്നിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷകനും ചിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവരൊന്ന് കണ്ടു നോക്കട്ടെ, അപ്പോൾ മനസ്സിലാവും. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും സിനിമ കാണണം. കാരണം ഞാൻ പറയാം, ബൈച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ എല്ലാവരും കണ്ടേ പറ്റൂ. കാരണം ഇത്ര പറയുന്നുണ്ടെങ്കിൽ ബൈച്ചേട്ടൻ അളന്ന് കുറിച്ചേ പറയുള്ളൂ. കാരണം പിന്നെ ട്രോള് വരരുതെന്ന് ബൈച്ചേട്ടൻ എന്നെ അറിയാം. ബൈച്ചേട്ടാ, ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും ഞാൻ വിളിക്കും. അതിന് മുമ്പേ ബൈച്ചേട്ടൻ സിനിമ കാണുമെന്ന് എനിക്ക് അപ്പോ അങ്ങനെ ആവട്ടെ. പടം സക്സസ് ആവുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. നന്ദി.